പത്മരാജനും ഭരതനും ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന അസാമാന്യമായ ഇന്ദ്രജാലം മലയാള സിനിമ പലവട്ടം കണ്ടിട്ടുള്ളതാണ്. ഒന്നല്ല, പല സിനിമകൾ ഈ വിഖ്യാത കലാകാരന്മാരുടെ കരസ്പർശത്താൽ പൂത്തുലഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഇന്ദ്രജാലമാണ് 1985 ഇരുവരും കൂടി സൃഷ്ടിച്ചത്. ഒപ്പം നിത്യഹരിത നായകനായ പ്രേം നസീറും സൗന്ദര്യ സങ്കല്പങ്ങൾ തിരുത്തിയെഴുതിയ ശ്രീവിദ്യയും അന്നത്തെ ഹാർട്ട് ത്രോബ് എന്ന് വിശേഷിപ്പിക്കാവുന്ന രോഹിണിയും കൂടിയായപ്പോൾ ഈ ചിത്രം ആ കാലഘട്ടത്തിൻ്റെ ഒരു അസുലഭ സൃഷ്ടിയായി മാറുകയായിരുന്നു. പറഞ്ഞു വരുന്നത് പത്മരാജൻ രചിച്ച് ഭരതൻ സംവിധാനം ചെയ്ത ഒഴിവുകാലം എന്ന സിനിമയെക്കുറിച്ചാണ്. പല സവിശേഷതകളും അവകാശപ്പെടാനുണ്ടായിരുന്ന ചിത്രമാണ് ഒഴിവുകാലമെന്ന് സിനിമ കണ്ടവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു വട്ടം കൂടിയിലേക്ക് വീണ്ടും സ്വാഗതം. നഷ്ടവസന്തമായി മനസ്സിനെ നീറ്റുന്ന കൗമാരപ്രണയത്തിൻ്റെ കഥയുമായി ഒഴിവുകാലത്തെ കാണാം. കൗമാരത്തിൽ നഷ്ടമായ പ്രണയം കാലങ്ങൾക്കു ശേഷം മധ്യവയസ്സിൽ തിരികെ എത്തുന്നതിൻ്റെ ചാരുതയും ഒഴിവുകാലത്തിൽ കാണാനാകും. അതിലൊക്കെ ഉപരിയായി ഒരു കൊച്ചു പെൺകിടാവിൻ്റെ മനോവ്യാപാരങ്ങളിലേക്കുള്ള യാത്രയും കൂടിയാണ് ഒഴിവുകാലം. തൻ്റെ പിതാവിനോട് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാൾ ചെയ്തു കൂട്ടിയ ക്രൂരതയുടെ വ്യസനം പേറി നടക്കുന്ന പെൺകുട്ടിയുടെ കൗമാരകാല മനോരഥങ്ങളുടെ വ്യാഖ്യാനം കൂടിയാണ് ഒഴിവുകാലം എന്ന ചലച്ചിത്രം. പണ്ടൊക്കെ വളരെ അപൂർവമായി മാത്രം മലയാള സിനിമ പരീക്ഷിച്ചിരുന്ന ട്വിസ്റ്റുകൾ ഒരു പരമ്പരയെന്നോണം പ്രേക്ഷകന് മുന്നിൽ തുറന്നു വച്ച സിനിമയും കൂടിയാണ് ഒഴിവുകാലം. പത്മരാജൻ എന്ന കഥാകൃത്തിൻ്റെ രചനാവൈഭവം ഭരതൻ എന്ന അതുല്യ സംവിധായകൻ്റെ കരവിരുതിൽ പൂചൂടിയ ഒരു സിനിമയായി ഒഴിവുകാലത്തെ കാണാം. ഒരു കൗമാരക്കാരി ഒഴിവുകാലം ആസ്വദിക്കാൻ അമ്മയുടെ അടുത്തേക്ക് എത്തുന്നത് മുതൽ സംഭവിക്കുന്ന കഥയുടെ പരിസമാപ്തി വരെ ഉദ്വേഗത്തിൻ്റെ അകമ്പടിയോടെ കയ്യൊപ്പ് ചാർത്തിയിരിക്കുകയാണ് ഈ ചിത്രത്തിൻ്റെ സ്രഷ്ടാക്കൾ. എന്നും നല്ലവനായ നായകവേഷങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരുന്ന പ്രേം നസീറിന് ഒരു നുള്ളു വില്ലത്തരം കൂടി കൊടുത്താണ് പത്മരാജനും ഭരതനും അവതരിപ്പിച്ചത്. അത് സിനിമയുടെ ഒരു സവിശേഷതയാണ്. അത്തരമൊരു വേഷത്തിൽ പ്രേം നസീറിനെ അന്നത്തെ പ്രേക്ഷകർ സങ്കല്പിച്ചിട്ടുണ്ടാവില്ല. നിത്യഹരിത നായകന് ഒരൽപ്പം ഗ്രേ ഷെയ്ഡ്സ് നൽകി ദാസ് എന്ന കഥാപാത്രമാക്കിയപ്പോൾ പ്രേം നസീറിൻ്റെ അഭിനയ ജീവിതത്തിലെ തന്നെ ഒരു വ്യത്യസ്തത കൂടിയായിരുന്നു ആ കഥാപാത്രം. ഒഴിവുകാലം പക്ഷേ ആ നായകൻ്റെ കഥ മാത്രമല്ല, കൗമാരകാലത്തെ നഷ്ടപ്രണയത്തിൻ്റെ വ്യാകുലതകൾ മറികടന്നിട്ടും നഷ്ടമായത് തിരിച്ചു വരാൻ വെമ്പുന്ന ഒരു കാലത്തിലേക്ക് ചുവട് വയ്ക്കുന്ന ഒരു മധ്യവയസ്കയുടെ മനസ്സും ഈ ചിത്രം തുറന്നു കാട്ടുന്നുണ്ട്. പൂർവ്വകാമുകനും കൗമാരക്കാരിയായ മകൾക്കുമിടയ്ക്ക് സ്വന്തം അസ്തിത്വം പോലും മറന്നുപോകുന്ന ശ്രീവിദ്യയുടെ നിർമ്മല ഒഴിവുകാലത്തിലെ മറക്കാനാവാത്ത ഒരു കഥാപാത്രമാണ്. സ്വന്തമായി അഭിപ്രായമുള്ള, അതും ശക്തമായ അഭിപ്രായമുള്ള, കാര്യശേഷിയുള്ള കൗമാരക്കാരിയായ ചിന്നുവിനെ അവതരിപ്പിച്ച് രോഹിണിയും പ്രേക്ഷക മനസ്സിൽ കയറിയിരുന്ന ചിത്രമാണ് ഒഴിവുകാലം. ഒഴിവുകാലത്തിൻ്റെ മറ്റൊരു വലിയ സവിശേഷത ആ ചിത്രം നമുക്ക് സമ്മാനിച്ച ഗാനങ്ങളാണ്. കെ ജയകുമാർ രചിച്ച് ജോൺസൺ സംഗീതം നൽകിയ ചൂളം കുത്തും കാറ്റേ, സായന്തനം നിഴൽ വീശിയില്ല എന്ന് തുടങ്ങുന്ന ഗാനങ്ങൾ ഇന്നും നമ്മുടെ ചുണ്ടുകളിലുണ്ട്. സവിശേഷമായും യേശുദാസും ജാനകിയും ചേർന്ന് ആലപിച്ച സായന്തനം നിഴൽ വീശിയില്ല എന്ന പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം പറഞ്ഞറിയിക്കാനാവില്ല. കഥ പറച്ചിലിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയ ഒരു ചിത്രമാണ് ഒഴിവുകാലം എന്നതിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവില്ല. പക്ഷേ കാലത്തിന് മുന്നേ വന്ന ചിത്രമെന്നോ കോളിളക്കം സൃഷ്ടിച്ച ചിത്രമെന്നോ ഒക്കെയുള്ള വിശേഷണങ്ങളൊന്നും ഇതിന് ചേരില്ല. റിലീസായ കാലത്ത് പ്രേക്ഷകരുടെ മനം കവർന്ന ചിത്രമാണ് ഒഴിവുകാലം. മികച്ച ഒരു കൂട്ടം കലാകാരന്മാരുടെ സൃഷ്ടിയായതിനാൽ ആ മികവ് ചിത്രത്തിലുടനീളം നമുക്ക് കാണാനുമാകും. PV ഗംഗാധരൻ നിർമ്മിച്ച്, പത്മരാജൻ എഴുതി, മധു അമ്പാട്ട് ചിത്രീകരിച്ച്, പ്രേം നസീർ, ശ്രീവിദ്യ, രോഹിണി, കരമന ജനാർദ്ദനൻ നായർ, ജലജ എന്നിവർ വേഷമിട്ട്, കെ ജയകുമാറിൻ്റെ വരികൾക്ക് ജോൺസൺ സംഗീതം പകർന്ന്, യേശുദാസും ജാനകിയും ആശാലതയും ലതികയും പാടി ഭരതൻ സംവിധാനം ചെയ്ത ഒഴിവുകാലം ഇനിയും ഒരാവർത്തി കൂടി കാണാവുന്ന സിനിമയാണ്. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ മാറിയ സാഹചര്യങ്ങൾ മറന്നു വേണം ഈ ചിത്രം കാണാൻ എന്ന് മാത്രം. യൂട്യൂബിൽ ലഭ്യമാണ് ഈ സിനിമ. കണ്ടു നോക്കൂ. ഇഷ്ടമായെങ്കിൽ അനുഭവം പങ്കുവയ്ക്കാൻ മറക്കണ്ട. നന്ദി.